മാണി ഗ്രൂപ്പിനെ UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വീക്ഷണം ലേഖനത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം മുഖപത്രമായ പ്രതിച്ഛായ. കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമമാണ് നടന്നത്. വീക്ഷണം പത്രത്തിനും അതിനു പിന്നിലുള്ള കോൺഗ്രസ് നേതാക്കൾക്കും ചരിത്രബോധമുണ്ടാകണം. മാണി സാറിനോട് കോൺഗ്രസ് കാട്ടിയ നെറുകേട് അദ്ദേഹം ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. UDF മാണി ഗ്രൂപ്പിനെ ചതിച്ചു പുറത്താക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് എം അജയ്യ രാഷ്ട്രീയ ശക്തിയായതിന്റെ വേവലാതിയാണ് മുഖപത്രത്തിന് പിന്നിലെന്നും പ്രതിച്ഛായ വിശദമാക്കിയിരുന്നു. മുങ്ങുന്ന കപ്പലിൽ ലൈഫ് ബോട്ടും പ്രതീക്ഷിച്ചു കഴിയുന്ന കപ്പൽ ജീവനക്കാരെ പോലെയാണ് വീക്ഷണമെന്നുമാണ് പ്രതിച്ഛായ വീക്ഷണത്തെ പരിഹസിച്ചിരിക്കുന്നതും. കേരള കോൺഗ്രസ് LDF വിട്ട് UDF-ലേക്ക് മടങ്ങണം എന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മുഖപത്രം ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ജോസ് കെ മാണിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാക്കുകളും ലേഖനത്തിലുണ്ടായിരുന്നു. ജോസ് കെ മാണി CPM അരക്കില്ലത്തിൽ വെന്തുരുകരുത് എന്നും ദേശീയ പാർട്ടി പദവിയും ചിഹ്നവും നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജോസ് കെ മാണിയുടെ മോഹങ്ങൾ നിറവേറ്റിക്കൊടുക്കാൻ സാധ്യമല്ലെന്നുമായിരുന്നു വീക്ഷണം അന്ന് വിശദമാക്കിയത്. കോൺഗ്രസിനെ പോലെ ഘടകകക്ഷികളെ കരുതാൻ CPM തയ്യാറാകില്ലെന്ന മുന്നറിയിപ്പും വീക്ഷണം അന്ന് നൽകിയിരുന്നു. 4 പതിറ്റാണ്ടിലേറെ കാലം തിരുവിതാംകൂറിലെ കർഷകർക്ക് അവകാശബോധത്തിന്റെയും സംഘബോധത്തിന്റെയും സൂക്തങ്ങളും പ്രയോഗങ്ങളും പഠിപ്പിച്ച KM മാണിയുടെ മകന് രാഷ്ട്രീയത്തിൽ കർഷക രാഷ്ട്രീയത്തിന്റെ നഴ്സറി പാഠങ്ങൾ പോലും വശമില്ലെന്നും വീക്ഷണത്തിലെ ലേഖനം കുറ്റപ്പെടുത്തിയിരുന്നു. കേരള കോൺഗ്രസ് LDF വിട്ട് UDF-ലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ് മുഖപത്രം പറഞ്ഞത് ഏറെ ചർച്ചയായതോടൊപ്പം ജോസഫ് ഗ്രൂപ്പിനെയും ഏറെ ചൊടിപ്പിച്ചിരുന്നു. ജോസ് കെ മാണിയെ വിമർശിക്കുകയും KM മാണിയെ പുകഴ്ത്തുകയുമാണ് വീക്ഷണ മുഖപത്രം ചെയ്തത്. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ച വീക്ഷണത്തിന്റെ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളിപ്പറയുകയായിരുന്നു. കോൺഗ്രസോ UDF-ഓ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നും അതിന് പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും VD സതീശൻ പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരമൊരു ലേഖനം വീക്ഷണത്തിൽ വരുമെന്ന് VD സതീശന്റെ അടുത്ത വൃത്തങ്ങൾ കരുതുന്നില്ല എന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. K സുധാകരനും VD സതീശനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായും വീക്ഷണം ലേഖനത്തെ അന്ന് ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തിയിരുന്നു. കൂടിയാലോചനയില്ലാതെ UDF-നെ പാർട്ടി പത്രം തന്നെ വെട്ടിലാക്കിയെന്നായിരുന്നു മുതിർന്ന നേതാക്കൾ വിലയിരുത്തിയത്. അതേസമയം കേരളത്തിലെ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വിഭാഗമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന് വീക്ഷണം മുഖപത്രത്തിലൂടെ ആവശ്യപ്പെട്ടത്. ജോസഫ് ഗ്രൂപ്പിനെ കൂടെ നിർത്തി മാണി ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞത് രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ മാണി വിഭാഗത്തെ പിന്നീട് LDF സ്വീകരിച്ച് അവരുടെ ഘടകകക്ഷിയാക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെല്ലാം കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. മാണി ഗ്രൂപ്പ് കൂടെ ഇല്ലാതിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ആകാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനെ കൂടെ നിർത്താതെ നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കോൺഗ്രസിലേക്ക് പാർട്ടി മുഖപത്രത്തിലൂടെ തിരിച്ചു വിളിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ അത്തരം നീക്കങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മറുപടി നൽകിയിരിക്കുന്നത്. മുഖപത്രം മാത്രമല്ല, നേരത്തെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മാണി ഗ്രൂപ്പിനെ സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ നേതാക്കളുടെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് മുഖപത്രം ശ്രമിക്കുകയായിരുന്നു. ലേഖനത്തിൽ പല ഭാഗങ്ങളിലും ജോസ് കെ മാണിയെ ഇകഴ്ത്തുന്നതായി കാണാം. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് UDF-ലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു മുഖപത്രത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ മാണി ഗ്രൂപ്പ് തീർച്ചയായും LDF-ന്റെ ഘടകകക്ഷിയായി തുടരുമെന്ന് ഊട്ടിയുറപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് UDF-ന് മറുപടി നൽകിയിരിക്കുന്നത്. കാരണം ഒരു സമയത്ത് കുറ്റപ്പെടുത്തി പാർട്ടിയിൽ നിന്ന് തള്ളിപ്പറഞ്ഞതും പുറത്താക്കിയതും മറക്കാൻ കഴിയുന്നതല്ല. അവിടെ നിന്നിപ്പോൾ LDF-ന്റെ കരുത്തരായ ഘടകകക്ഷിയായി മാണി വിഭാഗം മാറിക്കഴിഞ്ഞു. അതിനിയും അങ്ങനെ തന്നെ തുടരും.